ഹലോ, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നൊസ്റ്റാൾജിക് രുചിയുമായിട്ടാണ് പൊതിച്ചോറ്. അപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ ആദ്യം വാഴയില വേണം. നമുക്ക് എടുത്തിട്ട് വരാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പൊതിച്ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അമ്മ രാവിലെ ധൃതി വെച്ച് ഉണ്ടാക്കി തരുന്ന ഒരു ചമ്മന്തിയും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ പിന്നെ ഒരു ഓംലെറ്റും പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടാവും ചിലപ്പോൾ. അതൊക്കെയായിരുന്നു എൻ്റെ പൊതിച്ചോറിലുണ്ടായിരുന്നത്. അത് രാവിലെ ഒരു വാട്ടിയ വാഴയിലയിൽ ഈ ചൂട് ചോറിൻ്റെ മുകളിൽ ഇതൊക്കെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മളത് കഴിക്കാനായിട്ട് തുറക്കുമ്പോൾ എന്തൊരു നല്ല സ്മെല്ലാണ്. പിന്നെ അതിൻ്റെ രുചിയോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പം ഞാൻ ഇതിനു വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാബേജ് തോരനാണ്. ഈ സദ്യക്കൊക്കെ കിട്ടുന്ന ഏകദേശം അതേ രുചിയിലുള്ള ഒരു കാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടുകും ഉഴുന്നുപരിപ്പും ചുവന്നമുളകും ഇട്ടൊന്ന് പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അല്പം കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും കൂടി ഇട്ട് അതും ഒന്ന് ചൂടാക്കിയ ശേഷം ഇനി അതിലേക്ക് അരപ്പിടണം. അതിനായി കുറച്ച് തേങ്ങയും ഒരു 2 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതും അതിലേക്കിട്ട് 1 മിനിറ്റ് ഒന്ന് അതും കുക്ക് ചെയ്ത ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതേ സമയം തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചീരവിൽ റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. ചീരവിലിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. നമ്മളിതിനകത്ത് മാങ്ങയും മുരിങ്ങയ്ക്കയും ചീരയും കൂടെ ആണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കണം. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അരപ്പിട്ട് ഒരു ആവി കയറി കഴിയുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡിയായി. ഈ സമയം കൊണ്ട് നമ്മുടെ തോരനും വെന്ത് റെഡിയായിട്ടുണ്ട്. സദ്യക്കൊക്കെ കിട്ടുന്ന ഏകദേശം അതേ രുചി തന്നെയാണ് ഇതിന്. ഇനി അടുത്ത ചമ്മന്തിയാണ്. ചമ്മന്തി ഇല്ലാതെ പൊതിച്ചോറ് ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കണ്ണിമാങ്ങ ചമ്മന്തിയാണ്. അതും കല്ലിലരച്ച് തേങ്ങയും ഉള്ളിയും ഒരല്പം ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും കണ്ണിമാങ്ങ എല്ലാം കൂടി നമുക്ക് കല്ലിലരച്ചെടുക്കാം. സാധാരണ പൊതിച്ചോറിൽ ചുവന്ന മുളകും ഉള്ളിയും തേങ്ങയും കൂടെ അരച്ച ചമ്മന്തിയാണ് ഉണ്ടാകാറുള്ളത്. ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് കണ്ണിമാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. കോവയ്ക്ക മെഴുക്കുവരട്ടി. കോവയ്ക്കയും സവാളയും ഒരു പച്ചമുളകും ഉപ്പും അല്പം എണ്ണയും ഒഴിച്ച് ഒരിത്തിരി മഞ്ഞപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്കയും റെഡിയായി. അപ്പോൾ ഇനി ഓംലെറ്റും കൂടി വേണ്ടേ? ഇത്തിരി സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് 2 മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചൊരു ഓംലെറ്റും ഉണ്ടാക്കി. ആർഭാടം ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി കുറച്ച് വേളൂരി മസാല പുരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി ഇല വാട്ടിയെടുത്ത് ന്യൂസ് പേപ്പർ ഇല്ലാതെ പൊതിച്ചോറ് പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ച് അതിന് മുകളിൽ ഇല വെച്ച ശേഷം അതിലേക്ക് നല്ല ചൂട് ചെമ്പാവരി ചോറ് ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ചമ്മന്തി ഇങ്ങനെ ഒരു ചെറിയ ഉരുളയാക്കി അതിൻ്റെ നടുക്കോട്ട് വെക്കുന്നു. ഇനി ഒരു സൈഡിലായിട്ട് ഒരു ഇത്തിരി ചീര അവിയലും പിന്നെ തോരൻ, മെഴുക്കുവരട്ടി, നമ്മുടെ ഓംലെറ്റ് വെച്ചു, പിന്നെ ഒരു കൊണ്ടാട്ടം മുളകും മീൻ വറുത്തതും, ഇനി ഒരു ഇത്തിരി എൻ്റെ സ്വന്തം കണ്ണിമാങ്ങ അച്ചാറും. ഇപ്പം ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടാം. ഞാനിതിനെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞേ കഴിക്കുകയുള്ളൂ. കുറഞ്ഞത് അത്രയും സമയമെങ്കിലും വെച്ചേക്കണം. എന്നാലേ അതിൻ്റെ ആ ഇലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല മണമാണ്. ഇതേ നോക്കിയാൽ എൻ്റെ പൊതിച്ചോറ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? മണം വന്നിട്ട് എനിക്ക് കൊതിയായിട്ടും വല്ല. ഞാനൊന്ന് കഴിക്കട്ടെ. നല്ല സൂപ്പർ, അടിപൊളി. ഇങ്ങനെ സിമ്പിൾ കറികളും ഒക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കുന്നത് നല്ലൊരു സുഖമാണല്ലേ? പണ്ട് നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കൊക്കെ കുപ്പിയിലാക്കി കാച്ചിയ മോര് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഞാൻ ഇത്തിരി കാച്ചിയ മോരൊഴിച്ചും കൂടി കഴിക്കട്ടെ. നിങ്ങൾ പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ടോ, ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പൊതിച്ചോറ് എങ്ങനെയുണ്ടെന്നും പറയണം.